ഓച്ചറ അമ്പലത്തിൽ കർക്കിടക സദ്യയ്ക്ക് വന്നതാണ്. ആദ്യം നമുക്ക് ഓച്ചറ അച്ഛനെ കാണാം. ഇവിടെ വെച്ചാണ് രാമായണ പ്രഭാഷണങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നത്. ഇവിടെയാണ് കർക്കിടക സദ്യയ്ക്ക് ക്യൂ നിൽക്കേണ്ടത്. ഇന്ന് ശനിയാഴ്ച ആയത് കാരണം ഭയങ്കര ആളാണ്. ഇവിടെ വെച്ചാണ് കർക്കിടക സദ്യ കൊടുക്കുന്നത്. മുരളീച്ചേട്ടൻ്റെ നേതൃത്വത്തിലാണ് കർക്കിടക സദ്യയിലുള്ള വിഭവങ്ങളെല്ലാം ഒരുക്കുന്നത്. നമുക്ക് അതിനെപ്പറ്റി അദ്ദേഹത്തോടും ചോദിക്കാം. കർക്കിടക മാസം രാമായണ മാസത്തിലെ ഇന്ന് 25-ാം ദിവസമാണ്. ഈ 24 ദിവസം കൊണ്ട് നടക്കുന്ന വിഭവങ്ങൾ പല വിഭവങ്ങളുണ്ട്. രാവിലെ ഒരു നേരം വെക്കുന്ന അരി 1500 കിലോ അരി വരെ വെക്കുന്നുണ്ട്. മറ്റ് പായസങ്ങൾ ഇന്ന് അടപ്രഥമനാണ്. എൻ്റെ കൂടെ തൊഴിലാളികൾ 105 പേര് തൊഴിലാളികളുണ്ട്. മറ്റേ എല്ലാ വിഭവങ്ങളും സാമ്പാർ ഐറ്റങ്ങൾ എല്ലാ ഐറ്റങ്ങളുമായി സദ്യ വിഭവങ്ങൾ ഒരുക്കുന്നുണ്ട്. ചേച്ചിമാരെല്ലാം പച്ചക്കറി അരിയുകയാണ്. നമുക്ക് ഇവിടുത്തെ അടുക്കളയൊക്കെ ഒന്ന് കാണാം. ഗ്യാസിലാണ് ഈ പരിപാടി നടത്തുന്നത്. ഗ്യാസ് നടക്കുന്നത് ഒരു ദിവസം 9 കുറ്റി ഗ്യാസ് 10 കുറ്റി ഗ്യാസാവും. 3 വാർപ്പിനകത്ത് സാമ്പാറും വാർപ്പ്, പുളിശ്ശേരി ഒരു വലിയ വാർപ്പിനകത്ത്, പച്ചടി ഒരു വാർപ്പിനകത്ത്, അരി വെക്കുന്ന പുറത്താണ്. അങ്ങനെ വളരെ കാര്യങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. അരി വെക്കുന്നതോടെ വേണേൽ പിടിച്ചോ, അരി വെക്കുന്ന വേണേൽ പിടിച്ചോ. അരിയിലെ പായസവും. ഇവിടെയാണ് ചോറ് വയ്ക്കുന്ന സ്ഥലം. അടപ്രഥമൻ. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന പ്രസിദ്ധമായ കർക്കിടക സദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർക്കിടക സദ്യയ്ക്ക് ഇവിടെ വിഭവങ്ങൾ ചോറ്, സാമ്പാർ, അവിയൽ, തോരൻ, പച്ചടി തുടങ്ങിയ പായസം തുടങ്ങിയ വിഭവസമൃദ്ധമായ സദ്യയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ നടത്തിവരുന്ന ഈ പ്രസിദ്ധമായ സദ്യ ഉണ്ണുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത്. ഇപ്രാവശ്യവും അതിഗംഭീരമായ സദ്യയാണ് നടക്കുന്നത്. ഈ സദ്യയുടെ ഉദ്ഘാടനം കരുനാഗപ്പള്ളി MLA CR മഹേഷായിരുന്നു. അതിനുശേഷം ഓരോ ദിവസവും നല്ല നല്ല പ്രഭാഷണങ്ങളോടുകൂടി ഉള്ള രാമായണ പാരായണവും പ്രഭാഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. കർക്കിടക സദ്യ എത്ര മണി തൊട്ടാണ് തുടങ്ങുന്നത്? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണി തൊട്ട് ഒരു 4 മണി വരെ ഉണ്ട്. എല്ലാ ദിവസവും 4 മണി വരെ ഉണ്ട്. 4 മണി ചിലപ്പോൾ നീണ്ടു പോകും.
പേരെന്താണ്? ഇതിലെയാണ് പുറത്തേക്ക് പോകേണ്ടത്. കർക്കിടകം 31 വരെ സദ്യയുണ്ട്. ഓച്ചിറ ക്ഷേത്രത്തിൽ വരാൻ സാധിക്കുന്നവരെല്ലാം തന്നെ വന്ന് സദ്യ കഴിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.